സ്കോക്ക് ഭയം ഭക്തി ബഹുമാനം. ഡയറക്ടർ ധനഞ്ജയ് ശങ്കർ, വിനീത് ശ്രീനിവാസൻ സ്കൂളിലുള്ള ആളാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗോകുലം ഗോപാലൻ ആൻഡ് കൃഷ്ണമൂർത്തി. ഈ സിനിമ എഴുതിയിരിക്കുന്നത് ഫാഹിം സഫർ ആൻഡ് നൂറിൻ ഷെരീഫ്. സഫറിങ് ആയിപ്പോയി, സഫർ എഴുതിയിട്ട് വല്ലാത്ത സഫറിങ് ആയിപ്പോയി. DOP ആർമോ, എഡിറ്റർ രഞ്ജൻ എബ്രഹാം. അതായത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള കൈൻഡ് ഓഫ് പരിപാടി രണ്ടുപേരും ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ സിനിമ ഇതായി പോയില്ല, അതുപോലത്തെ സ്ക്രിപ്റ്റാണ് എഴുതി വെച്ചേക്കുന്നത്. പിന്നെ മ്യൂസിക് അറിയാലോ, ഓൾറെഡി ഷാൻ റഹ്മാൻ ആദ്യം ചെയ്തു, പിന്നെ മാറ്റി ഗോപിയണ്ണനെ കൊണ്ടുവന്നു, ഗോപി സുന്ദർ. ഇപ്പോൾ പാട്ടുകൾ ഷാൻ റഹ്മാൻ്റെ പാട്ടുകൾ തന്നെയാണ്. അഴിഞ്ഞായിട്ടൊക്കെ നിങ്ങൾ കേട്ടാണല്ലോ യൂട്യൂബിൽ, അതുണ്ട്, അഴിഞ്ഞായിട്ടുണ്ട്, പടത്തിലുണ്ട്. പിന്നെ ഗോപിയണ്ണൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളി മാക്സിമം നോക്കിയിട്ടുണ്ട്, പക്ഷേ ഒത്തിട്ടില്ല. ഒന്നാമതായിട്ട് കുറേ റാപ്പൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് റാപ്പ്. പിന്നെ ഈ അല്ലാത്ത സീൻസിലൊക്കെ ചില സമയത്ത് മ്യൂസിക് ഭയങ്കര അരോചകമായിരുന്നു. ഐ മീൻ ഒറിജിനൽ സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ പാട്ടുകൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഒരു സെൻറ്റി പാട്ടുമുണ്ട്, മറ്റേ അഴിഞ്ഞാട്ടല്ലാതെ ഒരു അവിഞ്ഞ സെൻറ്റി പാട്ടുമുണ്ട്. അങ്ങനെ ഗോപിയണ്ണൻ ചില സമയത്ത് പുള്ളി ഒന്ന് കത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു സിഗ്നേച്ചർ സ്കോറോ അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും ഓരോ സ്കോർ, അതായത് ലാലേട്ടൻ്റെ എൻട്രിക്ക് ഒരു സിഗ്നേച്ചർ സ്കോറും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ലാലേട്ടൻ എൻട്രിയുടെ മറ്റേ സാധനം ഉണ്ട്, ഷാൻ ചെയ്ത സാധനം. ഞാൻ എന്താ ചിരിച്ചാൽ പവറോസ്, ഞാൻ മറിച്ചാൽ മാങ്ങാത്തൊലി, അയ്യോ അമ്മേ, ഇതൊക്കെ എഴുതി വിനായക ശശികുമാറിൻ്റെ ഒക്കെ കാര്യം. സിനിമ ആരംഭിക്കുമ്പോഴും ദളപതി ബോയ്സ്, ദളപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാക്ഷാൽ ഇളയ ദളപതി വിജയുടെ ബോയ്സ്. അപ്പോൾ അതായത് കുറച്ച് പിള്ളേർ, ഈ പിള്ളേർ ഇരുന്നിട്ട് പറയുക അണ്ണനെക്കുറിച്ച്. ആരാണ് അണ്ണൻ? നമ്മുടെ ദിലീപ് ചെയ്ത ക്യാരക്ടർ. അണ്ണൻ എങ്ങനെയാണ്. എന്നിട്ട് ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി സെൽഫ് ട്രോളും പറഞ്ഞിട്ട്. ഇപ്പോൾ KGF പോലെ ഭയങ്കര ബിൽഡപ്പ് പറഞ്ഞിട്ട് ഇവർ തന്നെ പറയാം, ഇതെന്തോടെ KGF ഭയങ്കര ബാലൻസ്ഡ് ആയി പോകുന്ന വിചാരം. എന്നിട്ട് ഈ പിള്ളേർ ഇരുന്നിട്ട് ഇങ്ങനെ തൊലിഞ്ഞ സംസാരം. അത് പറയാം അണ്ണൻ ഇങ്ങനെ. എന്നിട്ട് വേറെ ചെക്കനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്, വിനീത് ശ്രീനിവാസൻ്റെ മോനായിട്ടുള്ള ചെക്കനെ. ഇവരിങ്ങനെ പറയാം. പിന്നെ തുടക്കത്തിൽ തന്നെ ഭയങ്കര ഇറിറ്റേഷൻ. ബൈജു സന്തോഷ് ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട് CM ആയിട്ട്. പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെ തന്നെ. അപ്പോൾ പുള്ളിക്ക് നന്നായിട്ട് ചെയ്യാനുണ്ട്, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നൂറിൻ ഷെരീഫ് ഒരു സീന് വന്നു പോയി, സമാധാനം. പിന്നെ മറ്റേ കക്ഷി, ഇവരുടെ ഭർത്താവ്, മറ്റേ ഞാൻ പറഞ്ഞു ഈ സഫർ, എൻ്റെ പൊന്നോ, എഴുതിയതോ പോട്ടെ, ഓക്കെ. എന്നാൽ പിന്നെ കാര്യം അഭിനയിക്കണോ? എന്തോ എല്ലാ സീനിലും കാര്യം ദിലീപേട്ടൻ്റെ കൂടെ അവിടെ ഇവിടെ കാരി എന്തൊക്കെയോ ഒരു അഭിനയം. വെറുപ്പിക്കലോറ, എല്ലാവരും വെറുപ്പിക്കലാണ്. പക്ഷേ ഈ കക്ഷി, അത് ഈ എഴുതുന്ന ആൾ എന്തിനാ അഭിനയിക്കണം നിർബന്ധമുണ്ടോ? സ്വന്തം സിനിമയാകുമ്പോൾ കാര്യം അഭിനയിക്കലാം. അങ്ങനെ കുറേ പേരുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ കക്ഷി. പിന്നെ നമ്മുടെ ദേവ്ജി ആയിട്ട് ദേവൻ തന്നെ. അപ്പോൾ ആ ക്യാരക്ടർ സ്പൂഫ് ക്യാരക്ടർ, കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറയുന്ന സാധനമൊക്കെ വെച്ച് ട്രെയിലർ കണ്ടതാണ്. ആ പുള്ളിയുടെ രീതിയിൽ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ അതൊന്നും വെക്കാൻ വരിക, കാരണം ഇത് നമ്മൾ ഓൾറെഡി കണ്ട, അതായത് ഈ റെഫറൻസ് എടുത്തിട്ട് ഒരു പടം എടുക്കുന്ന സമയത്ത് അതങ്ങ് സെറ്റാവണ്ടേ. ഇപ്പം ഗുഡ് ബാഡ് അഗ്ലിയാണ് പറയുക. ഗുഡ് ബാഡ് അഗ്ലി ഞാനും കണ്ടതാണ്, എൻജോയ് ചെയ്ത പടമാണ്. പക്ഷെ അതിൽ തല അജിത്ത് പറയുന്ന ഒരു വലിയൊരു ഫാക്ടർ ഉണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി തന്നെ റെഫറൻസ് വെച്ച് ചെയ്യുമ്പോഴും അതിൽ GVPയുടെ സ്കോർ, അത് മേക്ക് ചെയ്ത ഡയറക്ടർ ലെവലറിയതുകൊണ്ടാണ്. നമ്മുടെ അനാക്കോണ്ട ഇദ്ദേഹത്തെ വെച്ച്, വിശാലിനെ വെച്ച് അതിന് മുമ്പ് ഇതിലും ഭീകര പടം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഫറൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. ആ റെഫറൻസ് കണക്റ്റായിട്ട് ആ സിനിമ എൻഹാൻസ് ചെയ്യണ്ടേ. അങ്ങനത്തെ ഒരു റെഫറൻസ്, അതായത് വയറിളക്കം, തൊട്ടവനും പിടിച്ചതിനൊക്കെ റെഫറൻസാണ്. ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നല്ല നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല സീൻസ്, നല്ല ഡയലോഗ്സ്, നല്ല ക്യാരക്ടേഴ്സ്, ഇതിനൊക്കെ എടുത്തിട്ട് നശിപ്പിച്ച് കളയാം. റെഫറൻസ് നശിപ്പിച്ച്, ലിറ്ററലി സോങ്സ് വരെ ലിറ്ററലി നശിപ്പിച്ച് കളയാം. ജനപ്രിയ നായകൻ ദിലീപേട്ടൻ എൻട്രി. പുള്ളി ഒരു പൊളിറ്റീഷ്യൻ്റെ കോസ്റ്റ്യൂമിലൊക്കെയാണ് എൻട്രി. അപ്പോൾ പുള്ളി വന്നിട്ട് പഴത്തൊലി ചവിട്ടാൻ നോക്കിയിട്ട് ചവിട്ടുന്നില്ല എന്ന് കാണിക്കുക, അതായത് നമ്മളെ കൺവിൻസ് ചെയ്യുക. പഴയ ചളിപ്പരിപാടിയൊക്കെ നിർത്തി ദിസ് ഈസ് മൈ കംബാക്ക് എന്നുള്ള സാധനം കാണിക്കുകയാണ്. ഒരു കാര്യമില്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ചളിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ അപരാധം, കച്ചറ, ലമ്പ് എന്ന് പറഞ്ഞാൽ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റാണ് പടം. അതായത് സീൻ ബൈ സീൻ ഫാസ്റ്റായിട്ട് പോവാണ്. ഗോപിയണ്ണൻ അതിനുള്ള സ്കോറ്, അതുപോലത്തെ കാർഡ്സ്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുന്ന മുഴുവൻ അപരാധം, അതുപോലത്തെ വെറുപ്പിക്കൽ ക്യാരക്ടേഴ്സും. നോബി ചെയ്ത ഒരു ക്യാരക്ടറുണ്ട്. നോബി ക്യാരക്ടർ എന്തൊക്കെയാണ് പറയുന്നത്? തലച്ചോറ് മറ്റേ നാലായിട്ട് പിളർത്തിയെന്നോ മറ്റേ ഇത് വിട്ടും പോലെ, തണ്ണിമത്തം വിട്ടും പോലെ ഇങ്ങനെ വെട്ടി എന്നൊക്കെ പറയുന്നു. എന്നിട്ടിങ്ങനെ കയ്യും കഴുത്തൊക്കെ ഒടിഞ്ഞിട്ട് ഈ
ചുറ്റി വെച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ ബ്രേസ്ലെറ്റ് കിട്ടേക്കുന്നു. അതൊക്കെ ഓരോന്നിങ്ങനെ കാണിക്കുക. അയ്യോ അശ്വിൻ കോഴിക്കോട് പുള്ളി ഏത് സീനിൽ വന്നാലും വെറുപ്പിക്കലാണ്. ഇതിൽ കുറച്ച് സമയം കിട്ടുള്ളൂ, മാക്സിമം വെറുപ്പിച്ച് പോയിട്ടുണ്ട്. മേനക സുരേഷ് മേനക പുള്ളി ഒരു ചെറിയ റോള്. പിന്നെ സെന്തിൽ രാജാമണി വാർത്ത വായനക്കാരൻ, നമ്മുടെ ഹൈദരാലി ചെയ്യേണ്ട റോളായിരുന്നു എന്ന് തോന്നുന്നു. ഇതിൽ സെന്തിൽ രാജാമണി അത് അങ്ങനെ ഒരു വെറുപ്പിക്കൽ, ഇതിൻ്റെ വാർത്ത വായിച്ച് വെറുപ്പിക്കൽ. ഗ്ലാസ് പോക്കലിടുന്ന സീനൊക്കെ കണ്ടാണല്ലോ, ട്രെയിലറൊക്കെ ഉണ്ടായിരുന്നു. ചൂടുള്ള ചായ നല്ല രസമായിരിക്കും, നല്ല സുഖമായിരിക്കും ചൂടുള്ള ചായ പോക്കലിട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ ബൈജു സന്തോഷം തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്. അതെന്ത് തൂറാൻ മുട്ടുന്നു, ഈ തൂറാൻ മുട്ടുക, എന്നിട്ട് പിന്നെ ഡയപ്പറിൽ ഇത് ഷിറ്റ് കാണിക്കും. ഇതൊക്കെ എന്ത് കോമഡിയാണ് ഇത്? ഇങ്ങനെ കോമഡിയാണോ ട്രാജഡിയാണോ എന്താണോ വരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്നെ ശരണ്യ പൊൻവണ്ണൻ പുള്ളിക്കാരിയുണ്ട്. പുള്ളി നല്ല അമ്മ റോളൊക്കെ ചെയ്യുന്ന നടിയാണ്. പക്ഷേ അവരെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് അവരും ദിലീപും കൂടെ മത്സരിച്ച് ഉറപ്പിക്കല്. ദിലീപേട്ടൻ ഇങ്ങനെ മറ്റേ വാ തുറന്നിട്ടുള്ള പുള്ളിയുടെ മാസില്ല, ഇങ്ങനെ സെക്കൻഡിനെ മറ്റേ ഇങ്ങനെ ആ ഒരു സാധനമല്ലേ, ഫുൾ ടൈം ആ ഒരു ആറ്റിറ്റ്യൂഡാണ് പിടിച്ചേക്കുന്നത്. ആ സാധനം VFXൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് നല്ലത്, അതൊന്നും പറയണ്ട, പോട്ടെ. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ പിന്നെ ശ്രീനിവാസൻ്റെ മക്കളായിട്ടുള്ള പിന്നെ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും. വിനീത് മുഴുനീള കഥാപാത്രമാണ്, ഒരു ആൻറ്റി കഥാപാത്രം, അതായത് ദിലീപിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ വിനീതിൻ്റെ വെച്ച് വിനീത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ സ്ലോ മോഷൻ നടത്തവും ഭയങ്കര ഇത് എക്സെൻട്രിക് ആയിട്ട് പടം കാണിച്ചേക്കുന്നത്. ഇത് ഓവർ ദ ടോപ്പ് പടങ്ങൾ നമ്മൾ കാണാറുണ്ട്, നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഓവർ ദ ടോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടവരാതെ കാണിക്കില്ലല്ലോ. അങ്ങനെ വിനീതിൻ്റെ വക അങ്ങനെ ഒരു സൈഡിൽ ധ്യാൻ വല്ലാതെ വെറുപ്പിച്ചിട്ടില്ല. ധ്യാൻ്റെ ക്യാരക്ടറും കൊള്ളായിരുന്നു. ധ്യാൻ വന്നിട്ട് ധ്യാൻ്റെ ഡയലോഗ് ഡെലിവറിയും ഡബ്ബിങ് ഒക്കെ നന്നായിട്ടുണ്ട്. കാരണം കുറച്ച് ലോങ് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, ധ്യാൻ നന്നായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന സാധനം. മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു പോക്ക് എന്ന് പറഞ്ഞതാണ്. പിന്നെ മറ്റേ ചൂരൽ ഷമീറുണ്ട്, സാൻഡി മാസ്റ്റർ പുള്ളി മറ്റേ ലോകയിലൊക്കെ കിട്ടലാൻ ക്യാരക്ടർ ആയിട്ട് ഇങ്ങനെ നിൽക്കുക മലയാളത്തിലെ ആളുകൾക്കിടയിൽ. അപ്പോഴാണ് തമിഴ്നാട്ടിൽ നിന്ന് പുള്ളിയെ കൊണ്ടുവന്ന് പുള്ളി അവരതിച്ചു കൊടുത്ത്. അയ്യോ ഇൻ്റർവെല്ലൊക്കെ ആയ സമയമാകുമ്പോഴത്തേക്ക് എന്തൊക്കെയാണോ കാണിക്കുന്നത്. റിയാസ് ഖാൻ വരുന്ന ടോർപ്പിഡോ എന്ന് പറഞ്ഞിട്ട്, പിന്നെ സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോന നശിപ്പിച്ച്, പിന്നെ ഇദ്ദേഹത്തിൻ്റെ സിനിമയുടെ മിസ്റ്റർ ബട്ടറിലെ ഗോപാല എന്നുള്ള പാട്ട് നശിപ്പിച്ച്, താങ്കണൊക്കെ നശിപ്പിച്ച്. അതായത് ഇതിങ്ങനെ DJ ഒക്കെ ഇടും പോലെ, ചന്തപ്പറമ്പിൽ ഇടും പോലെ ഇട്ടിട്ട് പൊടിപാറ്റി ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുക. അത് എന്തിങ്ങനെ വന്ന് ഇങ്ങനെ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞ പിള്ളേർ വന്നിട്ട് ഈ അവിഞ്ഞ ഈ അണ്ണനെക്കുറിച്ച് അണ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുക. മലയാളത്തിലെ പാട്ടുകൾ നശിപ്പിക്കുന്നത് പോരാഞ്ഞിട്ട് തമിഴ്നാട്ടിലെ ഗില്ലിയിലെ എല്ലാവർക്കും അഡ്രിനാലിൻ രക്ഷ കിട്ടുന്നൊരു സോങ്ങാണ്. എസ്പെഷ്യലി ഡ്രൈവിംഗ് ടൈമിലൊക്കെ എപ്പോഴും എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന സോങ് അർജുന വില്ല് ഗില്ലിയിൽ. അത് കാണിച്ച് പിന്നെ ആ ജിപ്സി, പിന്നെ ഇപ്പോൾ ഇതിൽ കുറേ കാർ റെഫറൻസസ് ഉണ്ട്. അത് ലാലേട്ടനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാറുകൾ, CID മൂസയിലെ കാർ കാണിക്കുന്നുണ്ട്. പിന്നെ പയ്യയിലെ മിസ്തുബുഷിയുടെ കാറ്, ലാൻസർ, രാജമാണിക്യത്തിലെ മമ്മൂക്കയുടെ കാറ്, മറ്റേ റെഡ് ബെൻസ്, അങ്ങനെ. പിന്നെ ഗില്ലിയിലെ ജിപ്സി, ഇങ്ങനെ കുറേ. അപ്പോൾ അത് ആ പാട്ട്. പിന്നെ മുതൽവനെ ആ സോങ് ആ ഇളയരാജയൊക്കെ കേസ് കൊടുക്കുന്നില്ലേ, ചുമ്മാതല്ല, അതുപോലെ ഇതൊക്കെ ഇടുന്ന് നശിപ്പിക്കുന്നേ. മുതൽവനിലെ സോങ് വെക്കുന്നുണ്ട് ഇതിനകത്ത്. ഗോഡ്സൺ അഞ്ചരക്കണ്ടി ധ്യാൻ്റെ ക്യാരക്ടറിൻ്റെ എർത്തായിട്ട് അശ്വത്ത് മറ്റേ ഈ ടീമിലുള്ളതാണല്ലോ വിനീത് ശ്രീനിവാസൻ. അശ്വത്ത് ബാക്കിൽ ഇങ്ങനെ നിന്ന് വെറുപ്പിക്കുന്നുണ്ട്. പിന്നെ തീപ്പൊരി പമ്പരം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തോ കാണിക്കുന്നു. പിന്നെന്താ ചൈനാവാണെന്നൊക്കെ പറയുന്നത് ദിലീപേട്ടൻ, ചൈനാവാണം ഇങ്ങനെ ആയിത്തോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ടേക്കണിലെ മറ്റേ ലാം നീസൻ്റെ മറ്റേ ഡയലോഗ് ഉണ്ടല്ലോ, ആ ഫേമസ് ഡയലോഗ്, അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അയ്യോ ഇതെല്ലാം കണ്ട് തൊല്ലിയുരിയ കണ്ണീർ സീരിയൽ ലെവലിലുള്ള ഫ്ലാഷ് ബാക്കൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഞാൻ പറയാം മറ്റേ സോങ്ങൊക്കെ ഉള്ളത്, സെൻറ്റി സോങ്ങൊക്കെ. അതിൽ സിദ്ധാർത്ഥ് ഭരതൻ ടൈലർ മെയ്ഡ് റോള്, അവശൻ, ദരിദ്രൻ, തീരെ വയ്യ. ഇതിലും നല്ല കാസ്റ്റിംഗ് അറിയില്ല സിദ്ധാർത്ഥ് ഭരതൻ അങ്ങനെ. പിന്നെ ഉല്ലാസ് പന്തലുണ്ട്, പ്രമോദ് വെളിയനാടുണ്ട്, കുറേ പേരുണ്ട്. മറ്റേ തെങ്കാശി പട്ടണത്തിലുണ്ടല്ലോ, അതാണ് തോന്നുന്നത് ഇതിൽ ദേവു കാറ്റിൽ ഫാൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതായത് ഇവരിങ്ങനെ കുറേ പേര് എല്ലാവരും കണ്ട സിനിമകൾ എടുത്ത്, അത് പോട്ടെ, റെഫറൻസിനെ കുറിച്ച് പറഞ്ഞാൽ കുറേ പറയാനുണ്ട്. അങ്ങനെ ഇനിയാണ് ലാലേട്ടൻ്റെ വരവാണ്. ഫ്രം ഗില്ലി യൂണിവേഴ്സിറ്റി, അതായത് ഗില്ലി സിനിമയുടെ റെഫറൻസ്. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ജിപ്സി ഉണ്ട്, അർജുന വില്ല് പാട്ടുണ്ട്,
ലാലേട്ടൻ്റെ കഥാപാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കോമാളി, ദ വേസ്റ്റ് ക്യാമിയോ എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹിസ് കരിയർ. അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രാഫിയിൽ ഇത്രയും അപരാധം പിടിച്ചൊരു ക്യാരക്ടറും അത് അത്രയും കോമാളിത്തരം കാണിക്കുക. കോമാളിത്തരം എന്ത് കമ്മിറ്റ്മെൻസിൻ്റെ പേരിലേക്കാണ് എനിക്ക് വന്ന് ഗോകുലം ഗോപാലനായിട്ടുള്ള എന്തോ കമ്മിറ്റ്മെൻസിൻ്റെ പേരിലായിരിക്കും ഇതിൽ സൈൻ ചെയ്ത്. അല്ലാതെ വേറെ പണിയില്ല ലാലേട്ടന്. അത് പുള്ളിയുടെ കരിയർ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ഒന്ന് അപ്പായി വരുന്ന സമയത്ത് ഇതുപോലത്തെ അയ്യോ എൻ്റെ പൊന്നോ. എന്താ ഗില്ലി ബാല, അദ്ദേഹത്തിൻ്റെ പേരാണ് ഗില്ലി ബാല. എന്നിട്ട് പറയാം ഞാൻ ഗില്ലി ബാലയാണ്, ദില്ലി ബാലയല്ല. അത് ഇടയ്ക്കിടയ്ക്ക് പറയാം. എന്തൊരു വെറുപ്പിക്കലാണേ. ഗില്ലി ബാലയാണ്, ദില്ലി ബാലയല്ല. എന്നിട്ട് പിന്നെ മറ്റേ കൂതറ സോങ്ങും അഴിഞ്ഞാട്ടം. പിന്നെ ഇദ്ദേഹത്തെ കാണിക്കുന്നതിൻ്റെ കുറച്ച് മുൻപ് ഭയങ്കരമായിട്ട് ഇങ്ങനെ മറ്റേ ഒരു രക്ഷാവ്, ദ റിയൽ ഒജി മോഹൻലാൽ, തലമുറകളുടെ നായകൻ എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഇതിൽ ദിലീപേട്ടൻ്റെ കഥാപാത്രത്തിന് മുണ്ട് കൊടുക്കാൻ അറിയില്ല. അപ്പോൾ ലാലേട്ടൻ മുണ്ട് മടക്കി കുത്തണമല്ലോ, അത് സീനുമാണല്ലോ. അപ്പോൾ മുണ്ട് എങ്ങനെയെന്ന് മുണ്ട് മടക്കി കുത്തി കാണിച്ചു കൊടുക്കുക. അപ്പോൾ സീനായല്ലോ. അയ്യോ, ഇങ്ങനെ ആൾക്കാരെ പറ്റിക്ക് വേണ്ടി ഒരു ഇതിങ്ങനെ യാതൊരു ഇമോഷനില്ലെന്നേ. എന്നാൽ പിന്നെ അടുത്തായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കുക. അടുത്തായി ലാലേട്ടൻ മുണ്ട് മടക്കുന്നു, അടുത്തായി ലാലേട്ടൻ ഡയലോഗ് പറയുന്നു, അടുത്തായി ലാലേട്ടൻ ഡാൻസ് കളിക്കുന്നു, അടുത്തായി ലാലേട്ടൻ ഫൈറ്റ് ചെയ്യുന്നു. ഓ എൻ്റെ പൊന്നോ. പിന്നെ അതിനായിട്ട് ഇച്ഛാക്ക എന്നൊക്കെ പറയുന്നില്ല, നമുക്കുള്ള ഇച്ഛാക്ക റെഫറൻസ്. പിന്നെ ഇങ്ങനെ സ്വയം ഇങ്ങനെ കോമാളിത്തരം കാണിക്കുക. ലാസ്റ്റ് ഒരു കാട്ടിലുള്ളൊരു സീനൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ, കാട്ടിൽ കാട്ടവരാതം ലാലേട്ടൻ്റെ വക. അയ്യോ, ഊട്ടിയിട്ടൊക്കെ വരുമ്പോൾ അത് കണ്ടു കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. എന്താ കാണിക്കുന്നത് കാട്ടിൽ വെച്ചിട്ട്. അപ്പുറ സൈഡിൽ പോട്ടെ, ദിലീപ് കാണിക്കുന്ന പോട്ടെ, പുള്ളിയുടെ സിനിമയാണെന്ന് വിചാരിക്കാം. ഇതിലിക്കാരി ലാലേട്ടൻ കോമാളിത്തരം കാണിച്ചെന്തിനാണ്? അയ്യോ, കോസ്റ്റ്യൂംസും വിഗെല്ലാം കാണാം. ചപ്ര വിഗെല്ലാം വെച്ചിട്ട് കുറേ താടിയും കളഞ്ഞ് മീശയും വെച്ച് എന്നിട്ട് ഇങ്ങനെ നശിപ്പിച്ച കൂട്ടത്തിൽ വേറെ ക്യാരക്ടറുണ്ട്. സലീം കുമാറുണ്ട്, മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, മീശ മാത്രമല്ലേ, അതൊന്നും നശിപ്പിച്ച്. പിന്നെ അത് പോരായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കിയിട്ടുള്ള കോമാളി റിഡിൻ കിങ്സ്ലി, പുള്ളിയുടെ കോമാളിത്തരം. അങ്ങനെ പിന്നെ ഈ സോങ്ങിൽ തന്നെ ഒന്നാമല്ലേ ഇപ്പോഴും എല്ലാ സോങ്സായിട്ടും സിംഗ വന്ന ഒരു സ്റ്റെപ്പ് ലാലേട്ടൻ ചെയ്ത് അത് വീണ്ടും ഇതിൽ കളിപ്പിക്കുക. ഇതെന്തിന് ഇദ്ദേഹത്തെ ഇങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ അവസാനം വൈൽഡ് ഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളത്. എന്ത് വൈൽഡ് ഫയർ? കാട്ടുതീയാണ് പോലും, കാട്ടുതീ. ഇങ്ങനെയുള്ള സിനിമ. പിന്നെ നരസിംഹത്തിലെ ഐക്കോണിക് ഉണ്ടല്ലോ, ലാലേട്ടൻ ക്യാമറേൻ്റെ അകത്തേക്ക് കാലിട്ട് തിരിക്കണത് മറ്റേ മാർക്കറ്റിലെ ഫൈറ്റിൽ, അതൊക്കെ അതുപോലെ എടുത്ത് വെച്ചേക്കുന്നു. ഇങ്ങനെയൊരു അപരാധിച്ച സിനിമ എൻ്റെ പൊന്നെ. ഇതിങ്ങനെ പക്ഷേ ഭയങ്കര ഫാസ്റ്റാണ്. ഇതിങ്ങനെ എന്ന് പറഞ്ഞ് പോവാ, എന്തൊക്കെയോ കാണിക്കുക. അതായത് ഇങ്ങനെ ലൈസൻസ് ആയല്ലോ, ഇത് മാഡ്നസ് ആണ് പറഞ്ഞാൽ പ്രാന്താണല്ലോ. അപ്പോൾ പ്രാന്തന്മാർക്ക് എന്തും കാണിക്കാമല്ലോ എന്നുള്ള. പിന്നെ വില്ലനോട് ദേഷ്യം ഉണ്ടാവാനുണ്ടായിട്ടുള്ള മോട്ടീഫൊക്കെ എൻ്റെ അയ്യോ എന്തൊരു മോട്ടീഫാണേ, ചീരി നിർത്താൻ പറ്റില്ല, അതുപോലത്തെ മോട്ടീഫ്. അങ്ങനെയുള്ളൊരു സിനിമ ലാസ്റ്റ് തമിഴ്നാട്ടിലുള്ള ഒരു നടനെ കൊണ്ടുവന്നാണ് എടുത്തിട്ടുണ്ട്. ടൈലൻഡ്. ഇത് തീരുന്നില്ല, പിന്നെ എന്തൊക്കെയോ അവരത് കാണിച്ചുകൊണ്ടിരിക്കുക. തോക്കെടുത്തിട്ടും വെടിവെച്ചിട്ടും വെടിപൊട്ടിച്ചിട്ടൊക്കെ. എന്നിട്ട് അഴിഞ്ഞാട്ടം. ഇത് തീരുന്നില്ല എന്ന് തോന്നുന്നു. ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മുടെ പ്രൊഡ്യൂസറോടെ ആയിട്ടുള്ള ഗോകുലം ഗോപാലേട്ടൻ്റെ ഡാൻസ്, മറ്റേ കൂതറ സോങ്ങില്ലേ അഴിഞ്ഞാട്ടം, അതിൽ പുള്ളിയുടെ ഡാൻസ് അയ്യോ എന്തൊക്കെ കാണണം. പുള്ളി പ്രൊഡ്യൂസറാണല്ലോ, അപ്പോൾ പുള്ളിക്ക് ഏത് റോള് വേണ്ടി എടുത്തിരിക്കാം, ഡാൻസോ പിന്നെ ഫൈറ്റോ എന്ത് വേണം ചെയ്യാലോ. അപ്പോൾ അതൊരു 1.5 റേറ്റായിരുന്നു. ഞാൻ ആദ്യം പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ചതേ നമ്മുടെ താടി പഠിച്ചാണെന്ന് വിചാരിച്ചു.